പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നമ്മൾ നല്ലൊരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ കൊടുത്തത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ തകർത്തു, ഭീകരവാദികളെ നമ്മൾ വധിച്ചു. നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് പാകിസ്ഥാനിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ അവർ വളർത്തിയെടുക്കുന്ന കള നമ്മൾ പിഴുതെടുത്തു, ഒരു സാധാരണക്കാരനെ പോലും കൊല്ലാതെ. പക്ഷെ അവർ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? ഒരു തെറ്റും ചെയ്യാത്ത പാവം പിടിച്ച ജനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ഭീരുക്കളെ പോലെ നിരായുധരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. അവരെ കൊണ്ട് അതേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, പാകിസ്ഥാന് വരെ അറിയാം അത് ഇന്ത്യ തന്നെ ജയിക്കുള്ളൂ. കാരണം ഇന്ത്യ അത്രത്തോളം വലിയ ശക്തിയാണ്. ഇനി ശരിക്കും യുദ്ധം നടക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. കുറെ പാവം പിടിച്ച മനുഷ്യരുടെ ജീവൻ, സ്വത്ത് ഇതൊക്കെ നഷ്ടവും, പട്ടാളക്കാരും മരിക്കും, രണ്ട് രാജ്യത്തിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചു പോകും, ടാക്സ് വർദ്ധിക്കും, സാധനങ്ങൾക്ക് വില കൂടും, അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയാൻ വർഷങ്ങളെടുക്കും. നമ്മളൊരു സിനിമ കാണുന്ന ലാഘവത്തോട് കൂടിയിട്ട് യുദ്ധത്തെ കാണരുത്. പൂരത്തിന് ആ ദേശക്കാർ എത്ര പടക്കം പൊട്ടിച്ചു, ഇവരെത്ര പൊട്ടിച്ചു എന്നുള്ള കണക്കെടുക്കുന്ന പോലെയല്ല. അത്രയ്ക്ക് നിസ്സാരമല്ല യുദ്ധം. അതിന്റെ അപകടം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ വലുതാണ്. കാരണം രണ്ട് രാജ്യത്തിന്റെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. യുദ്ധം കൊണ്ട് ലാഭം ഉണ്ടാവുന്നത് ആർക്കെന്നറിയോ? ഈ രണ്ട് രാജ്യങ്ങളെയും സഹായിക്കുന്ന രാജ്യങ്ങൾക്കാണ്. കാരണം അവർക്ക് അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ തകർക്കുക എന്നുള്ളതല്ല. ഇൻഫാക്ട് പാകിസ്ഥാനുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഇതുവരെ. പക്ഷെ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അവർക്ക് നന്നാവണമെന്നില്ല. അവർക്ക് ഇന്ത്യയുടെ ക്രമസമാധാനം തകർക്കണം, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കണം, ഭീകരവാദത്തെ വളർത്തിയെടുക്കണം. അതാണ് ആ രാജ്യത്തിന്റെ പതനത്തിന് കാരണം. അത്രത്തോളം അധപ്പതിച്ച അധമ രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മൂല കാരണത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് മനുഷ്യന്റെ വെറും അറിവില്ലായ്മ മാത്രമാണ്. അറിവില്ലായ്മ കൊണ്ടാണ് അവൻ മതത്തെയും ദൈവത്തെയും ഉണ്ടാക്കിയത്. അറിവില്ലായ്മ കൊണ്ടാണ് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നത്. അവര് വേറെയാണ്, നമ്മൾ വേറെയാണ് എന്ന് ചിന്തിക്കുന്നത് വെറും അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ചോരയാണ്, ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് ആണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് ഒരു മതപുസ്തകത്തിനും പഠിപ്പിക്കാൻ സാധിക്കില്ല. സയൻസിന് മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ജീവനാണ് ഈ കാണുന്ന എല്ലാ സസ്യങ്ങളും ജീവജാലങ്ങളായിട്ട് പരിണമിച്ച് മാറിയത് എന്ന് ഒരു മതപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. അതിന് സയൻസ് തന്നെ പഠിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഗാലക്സിയിൽ മാത്രം 40,000 കോടി സ്റ്റാർസ് ഉണ്ട്. അതിൽ നോക്കിയാൽ കാണാത്ത സൂര്യൻ എന്ന സ്റ്റാറിനെ ചുറ്റുന്ന ഒരു ചെറിയൊരു ബ്ലൂ പ്ലാനറ്റ് ആണ്. കാൾ സഗൻ പറഞ്ഞത് ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ്. ആ പ്ലാനറ്റിൽ ഇരുന്നിട്ടാണ് മനുഷ്യർ ഈ തോന്നിയവാസങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടുന്നത്. മതം തലയ്ക്ക് പിടിച്ച ആളുകളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം?